ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സാലം ലേണിംഗ്. നമ്മുടെ എക്സാം ഇതാ ഇങ്ങ് അടുത്തെത്തി. അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടത് കംപ്ലീറ്റ് റിവിഷൻ, അതിന്റെ കൂടെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുമാണ്. അപ്പൊ മക്കളെ, നമുക്കറിയാം ആര് പഠിപ്പിക്കും എന്ന് പറയുന്ന ഒരു പാഠഭാഗം നമുക്ക് പഠിക്കാനുണ്ട്. നമ്മുടെ അക്ബർ ചക്രവർത്തിയുടെയും അദ്ദേഹത്തിന്റെ മന്ത്രിയായ ബീർബലിന്റെയും പറയുന്ന ഒരു ചെറിയൊരു പാഠഭാഗമാണ്. അതിനകത്ത് നമ്മുടെ അക്ബർ ചക്രവർത്തി നമ്മളോട് പറയുന്നുണ്ട്, എന്റെ പാണ്ഡിത്യം വളരെ കുറവാണ്, എനിക്ക് എന്റെ അറിവുകൾ കുറച്ചും കൂടി വലുതാക്കണം, നാളെ മുതൽ എനിക്ക് പഠനം ആരംഭിക്കണം, അതിനുവേണ്ടി എനിക്കൊരു ഗുരുവിനെ കൊണ്ടുതരൂ എന്ന് നമ്മുടെ ബീർബലിനോട് നമ്മുടെ ചക്രവർത്തി ആവശ്യപ്പെടുന്നുണ്ട്. പിറ്റേ ദിവസം, അതായത് അടുത്ത ദിവസം തന്നെ ആ ഒരു ദർബാർ ഹാളിലെത്തിയ നമ്മുടെ ചക്രവർത്തി എന്താ കണ്ടത്? ആ ഹാള് മുഴുവനും നമ്മുടെ പ്രജകളിൽ ഭൂരിഭാഗം ആൾക്കാരും ഉണ്ടല്ലേ. അപ്പൊ അത് കേട്ട് രോക്ഷാകുലനായ നമ്മുടെ ചക്രവർത്തി ബീർബലിനോട് ചോദിച്ചു, എന്താണ് ഇവിടെ? ഞാൻ ഒരു ഗുരുവിനെ കാണിക്കാനാണ് വന്നത്, അല്ലെങ്കിൽ ഒരു ഗുരുവിനെ കാണാനാണ് വന്നത്, പക്ഷെ താങ്കൾ ഇതാ നമ്മുടെ പ്രജകളിൽ ഭൂരിഭാഗം ആൾക്കാരെയും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് നമ്മുടെ ചക്രവർത്തി നമ്മുടെ ബീർബലിനോട് എന്ത് സംഭവിച്ചു? ദേഷ്യപ്പെടുകയും തുടർന്ന് നമ്മുടെ ബീർബൽ സത്യാവസ്ഥയെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ ചക്രവർത്തിക്ക് ഒരു പുതിയ പാഠം പറഞ്ഞു കൊടുക്കുകയുമായിരുന്നല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ആ ഒരു പാഠഭാഗത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ചോദ്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കിയാലോ. ബീർബൽ, എനിക്ക് വേണ്ടത്ര പാണ്ഡിത്യമില്ല, എനിക്ക് അറിഞ്ഞുകൂടാത്തതായി ഒരുപാട് കാര്യങ്ങളുണ്ട്, എനിക്ക് എല്ലാം പഠിക്കണം. വിവിധ മേഖലകളിൽ പാണ്ഡിത്യമുള്ളവർ കൊട്ടാരത്തിൽ എത്തിച്ചേരണമെന്ന് അറിയിച്ചുകൊണ്ട് രാജാവ് പുറപ്പെടുവിച്ച വിളംബരം തയ്യാറാക്കി അവതരിപ്പിക്കൂ. അതാണ് നമ്മളോടുള്ള ചോദ്യം. ഓക്കെ, അതായത് നമ്മുടെ ബീർബലിനോട് രാജാവ് പറഞ്ഞ കാര്യമാണ് ആദ്യം നമ്മൾ ഇവിടെ വായിച്ചു കണ്ടത്. എന്താണ്? എനിക്ക് വേണ്ടത്ര പാണ്ഡിത്യമില്ല, എനിക്ക് അറിഞ്ഞുകൂടാത്തതായ ഒരുപാട് കാര്യങ്ങളുണ്ട്, എനിക്കെല്ലാം പഠിക്കണം. ഓക്കെ, അപ്പൊ ആ ഒരു ആജ്ഞയെ അനുസരിക്കാൻ വേണ്ടി എന്താണ്, ഒരു വിളംബരം തയ്യാറാക്കുകയാണ്. ആ വിളംബരം എങ്ങനെയായിരിക്കും? മക്കളോട് ഒരു വിളംബരം തയ്യാറാക്കാൻ പറഞ്ഞാൽ എങ്ങനെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും? യെസ്, നമുക്കറിയാം അല്ലെ, ഏതൊരു സിറ്റുവേഷൻ ആയിക്കൊള്ളട്ടെ, ഒരു വിളംബരം തയ്യാറാക്കുമ്പോഴേക്കും നമുക്ക് ഈസി ആയിട്ട് ചേർക്കാൻ പറ്റുന്ന ആദ്യത്തെ ഒരു ഡയലോഗാണ് ഇതാ, ഡും 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 ഡും. ബ്രാക്കറ്റിൽ എന്തെഴുതാം? ആളുകളുടെ ശ്രദ്ധയെ ആകർഷിക്കാൻ പെരുമ്പറ മുഴങ്ങുന്ന ശബ്ദമാണത് എന്ന് നമുക്ക് ബ്രാക്കറ്റിൽ എഴുതിയിട്ട് ഇങ്ങനെ ഡും 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 എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ എഴുതാൻ പറ്റും. ഇനി നമുക്കൊരു നമ്മുടെ വിളംബരം നമ്മൾ ഇങ്ങനെ പറയുവാണ്. മാന്യമഹാജനങ്ങളെ, നമ്മുടെ രാജ്യത്തെ വിവിധ മേഖലകളിൽ പാണ്ഡിത്യമുള്ള ആളുകളിൽ നിന്ന് അറിവ് നേടാൻ ചക്രവർത്തി ആഗ്രഹിക്കുന്നു. ആയതിനാൽ നമ്മുടെ രാജ്യത്തെ പണ്ഡിതരായ ഓരോ പ്രജയും നാളെ രാവിലെ കൃത്യം 8 മണിക്ക് കൊട്ടാരത്തിലെ ദർബാർ ഹാളിൽ എത്തിച്ചേരണമെന്ന് ചക്രവർത്തി ഇതിനാൽ ഈ രാജവിളംബരത്തിലൂടെ അറിയിച്ചു കൊള്ളുന്നു. നോക്കിക്കേ, വളരെ സിമ്പിളായി, പക്ഷെ കാര്യങ്ങൾ വളരെ മനസ്സിലാവുന്ന രീതിയിൽ. എവിടെയാണ് സമ്മേളനം ഉള്ളത്? എന്താണ് ആ സമ്മേളനത്തിന്റെ ലക്ഷ്യം? എന്താണ് ആവശ്യം? എപ്പോഴാണ്, ഏത് സമയത്താണ് അവിടെ നിങ്ങൾ വരേണ്ടത് എന്നൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വിളംബരം ഇതാണ്ട് നിങ്ങൾക്കായിട്ട് ഇവിടെ മിസ് എഴുതിയിട്ടുണ്ട്. മക്കൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. ഒരു വിളംബരം എഴുതുന്ന സമയം മിസ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഡയലോഗ്, അതായത് ഡും 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 എന്ന് പറയുന്ന ഡയലോഗ് കൂട്ടുകാർക്ക് ഏത് വിളംബരത്തിന്റെ മുകളിലും മുന്നിലും എന്താണ് എഴുതി വെക്കാവുന്നതാണ്. പിന്നെ അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇതാ മാന്യമഹാജനങ്ങളെ എന്ന് കൂടാതെ അതിന്റെ കൂടെ തന്നെ നമ്മൾ എഴുതണം. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ആവശ്യം എന്താന്ന് പറയുക, ആവശ്യത്തിന് ആ ആവശ്യം നിറവേറാൻ വേണ്ടി എവിടെയാണ് എത്തിച്ചേരേണ്ടതെന്ന് പറയുക, സമയം പറയുക. ഓക്കെ, അതൊക്കെ കൂട്ടുകാര് ശ്രദ്ധിക്കുക കേട്ടോ. യെസ്, അപ്പൊ ഈ ഒരു ചോദ്യം പോലെ തന്നെ വിളംബരം ഉണ്ടാക്കാൻ വീണ്ടും നമ്മളോട് പല രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. ഒരു ചോദ്യം നോക്കാം. വിളംബരം തയ്യാറാക്കുക. ആയിക്കര LP സ്കൂൾ നാടൻ ഭക്ഷ്യ പ്രദർശന മേള, ഇതാണ് നമ്മുടെ ചോദ്യം. ഇനി ലോക ഭക്ഷ്യ ദിനത്തോടനുബന്ധിച്ച് ആയിക്കര LP സ്കൂളിൽ നടത്തിയ നാടൻ ഭക്ഷ്യ പ്രദർശന മേളയുടെ പോസ്റ്റർ കണ്ടല്ലോ. അപ്പൊ ഒരു പോസ്റ്റർ നമുക്ക് തന്നിട്ടുണ്ട്. ആ പോസ്റ്റർ സൂക്ഷിച്ചു നോക്കിയാൽ അറിയാം. അതിന്റെ ഹെഡ്ലൈൻ എന്താണ്, നമ്മുടെ ആവശ്യം എന്ന് പറയുന്നുണ്ട്, ഏത് ദിവസമാണ് എന്ന് പറയുന്നുണ്ട്, ആരാണ് ഉദ്ഘാടനം എന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെ അതിന്റെ കൂടെ നടക്കുന്ന എന്തെങ്കിലും അഡീഷൻ ആയിട്ടുള്ള കാര്യമുണ്ടോ ഇല്ലയോ, ഇതാ പാചക മത്സരം എന്നും ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ഒരു വിളംബരം തയ്യാറാക്കാൻ. എങ്ങനെ തയ്യാറാക്കാൻ പറ്റും? യെസ്, പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മൾ നാട്ടുകാരോടാണ് പറയുന്നത് അല്ലേ. ആയിക്കര LP സ്കൂളിൽ നാടൻ ഭക്ഷ്യ പ്രദർശന മേള 2019 ഒക്ടോബർ 16 സ്കൂൾ ഹാളിൽ നടത്തുന്നു. അപ്പം ലക്ഷ്യം, നമ്മുടെ ആവശ്യം എന്താന്ന് പറഞ്ഞു, എന്നാണ് നടത്തുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. വാർഡ് മെമ്പറായ ശ്രീ മധു അരവിന്ദനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ആ ഒരു പോയിന്റ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. രാവിലെ 10 മണിക്ക് അമ്മമാർക്കായി നാടൻ വിഭവം
പാചക മത്സരവും ഉണ്ടായിരിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ആ പോസ്റ്ററിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും നമ്മളൊരു വിളംബരമായിട്ട് നമുക്ക് എഴുതണം. എല്ലാവരെയും സ്കൂൾ ഹാളിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എങ്ങോട്ടേക്കാണ് സ്വാഗതം ചെയ്യുന്നതെന്നും ഇവിടെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, ഒരു വിളംബരം എഴുതുന്ന സമയത്ത് ഈ പറയുന്ന പോയിന്റുകളൊക്കെ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അടുത്ത ദിവസം എന്ത് ചെയ്യുക, ഈ ഓരോ ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാവരും എക്സാം അടിച്ചു പൊളിച്ചെഴുതുക. നമുക്കിനി അടുത്ത ദിവസം കാണാം. ബൈ ബൈ.